ഇന്നെന്റെ ബർത്ത്ഡേ ജോയിന്റ് അടിക്കാം. അപ്പൊ ഇന്ന് നമ്മള് പറന്നു പോകുന്ന ഡ്രാഗണെ എണ്ണയിലിട്ട് വറക്കാൻ പോവുകയാണ്. രതീഷേ എണ്ണ എടുക്ക. ഞാനും നിത്യാമേനോനുമായിട്ട് 2 വർഷത്തിൽ പ്രണയത്തിലാണ്. എനിക്ക് 2 ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. വനിതാ തിയേറ്ററിന് മുന്നിൽ ഒറ്റയ്ക്ക് ഷോ പിടിച്ച് വൈറലായ സൂപ്പർ സ്റ്റാർ മലം ജോസ് പെരേരയാണ്. ഇടി ബോസ് എന്ന് നിങ്ങളല്ലേ പാട്ടിടുന്നത്, ഇന്ന് ഞാൻ പാടും. ഞാനല്ല കാര്യം ഇവിടെ ഇട്ടത്. ചുണ്ണിക്കണ്ണ തുണ്ണിത്തരം കാണിക്കാൻ വീട്ടിൽ പോടാ. എന്റെ നോയിഷൻസ് ആണ് ഇത്. ആ വിട്ടപ്പറിന് പിന്നിൽ ഈ മലൻ ജോസ് പെരേരയായിരിക്കും കാലത്തേണ്ടി. ഇന്നെന്റെ ബിഗ് ബോസിലെ ബിഗ് ഡേ. ബാലേട്ട നമുക്കൊരു ജോയിന്റ് അടിച്ചാലോ? ഞാൻ അറിയാം ഇവിടെ ആരാ ഉണക്ക മിഞ്ചിട്ടെ. ചിത്തു എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടാ. ഒരു പൂച്ചാറ്റി എടുക്കൂ, 50 ലക്ഷം രൂപയുടെ സമ്മാനം നേടൂ. ഞാനൊരു ടി വി പണി എടുക്കുമ്പോ എന്റെ ഇഷ്ടത്തിന് പാടുന്നു. അണ്ണാ നനച്ച വണ്ടി. സി മിസ്റ്റർ മംഗളണ്ണ, അജിത് ബോസിന്റെ കക്കൂസാണ്. അണ്ണ എന്റെ ഉണ്ടെണ്ണ വിജയണ്ണൻ തന്ന ആപ്പിൾ എന്റെ ഭാഗ്യം ഇരിപ്പുണ്ടെണ്ണ. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടാ. എന്റെ വിജയണ്ണൻ തന്നാ. നമുക്ക് ആ ആപ്പിൾ അടിച്ചു മാറ്റിയാലോ? ഇല്ല, ഞാനൊരു പ്രൊഫസറാണ്. എനിക്ക് കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉള്ളയാ. ഞാനില്ല. ആ ആപ്പിൾ വിറ്റ് കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ കിട്ടും. എവിടെയാണ് ബാഗ് എടുക്കണേ? ഇപ്പൊ ഞാൻ എടുക്കണോ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പാലക്കാട് സ്റ്റൈൽ ആട്ടും ബിരിയാണി. രതീഷേ നനച്ച ഫുഡ് എനിക്കത് വേണ. ഞാൻ ആരാണ്? എനിക്കത് വേണ. നല്ല സൂപ്പർ സാധനമായിരുന്നു. നല്ല ഉണ്ണിക്കണ്ണ. അതിനൂടെ ആടില്ലായിരുന്നല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ ഇരുട്ടത്ത് ഞാനല്ലേ ഓർത്തെ? ആണോ? ആണാടായിരുന്നു പെണ്ണാടായിരുന്നു? അതിപ്പോ ഇരുട്ടാണ്, നമുക്ക് തപ്പിയൊന്നും നോക്കാൻ പറ്റിയില്ല. നാളെ ഉണ്ടായിരുന്നു, നാളെ തലിക്ക് വന്നിട്ട് കറി വെച്ച്. ഒരു അറിയിപ്പുണ്ട്. ഇടിബോസിൽ കാവലായി നിർത്തിയ 4 ജർമ്മൻ ഷെപ്പേർഡ് പട്ടികളെ കാണാനില്ല. അല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതിന്റെ പാല് പിഴിഞ്ഞ് എല്ലാവർക്കും രാവിലെ ചായ ഇട്ട് കൊടുത്തേ. നല്ലല്ലായിരുന്നോ അണ്ണാ? എനിക്ക് നനച്ച ബിരിയാണി കിട്ടി അണ്ണാ. എനിക്കൊരു ബിരിയാണി പാഴ്സൽ തരും അണ്ണാ, വിജയണ്ണന് കൊടുക്കാൻ വേണ്ടിയാ. നാളെ പോവണ്ണ. അല്ല, മായാനദി നല്ലല്ലേ എനിക്ക്? ഞാൻ അവിടെ എടുത്ത് വെച്ച ബിരിയാണി അവന്മാരെടുത്ത് നിന്ന് അതാ മഹാജതി എന്ന് പറഞ്ഞത്. ബ്രോ, അത് പട്ടു ബിരിയാണിയാണ് ബ്രോ. ഓ, അപ്പം എടാ ചുണ്ണിക്കണ്ണ, നിനക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോടാ? ആര് പറഞ്ഞു കഴിവില്ലെന്നു? ഒരു പ്ലേറ്റ് പട്ടിയിറച്ചിട്ട് വന്ന് നിൽക്കുന്ന നിപ്പുണ്ടോ? ഒരു പ്ലേറ്റിൽ എണ്ണ, ഒരു ചെമ്പ് തീർത്ത്. പിന്നെ നീ കഴിവില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ വിജയണ്ണൻ ആപ്പിള് മേടിച്ചല്ലോ. അടുത്ത തവണ വരുമ്പോ ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാമ്പ് ചേച്ചി, നമുക്ക് ആപ്പിൾ എടുത്താലോ? ശരിയാ, നമുക്ക് ആ ആപ്പിൾ എടുത്ത് അരിഞ്ഞു തിന്നാ. പോച്ചട്ടി എടുത്ത് എറിയും. ആ ആപ്പിൾ വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന്. വിജയ് കൊടുത്ത ആപ്പിൾ ആയോണ്ടായിരിക്കും. ഇന്നെന്റെ ബർത്ത്ഡേ നമുക്കൊരു ജോയിന്റ് അടിച്ചാലോ? നീ ഇവിടെ പോന്നു? നിന്റെ തുടങ്ങിയത് ഞാൻ കേട്ടില്ലേ? നീ എന്റെ തുടങ്ങി നീ ഇവിടുന്ന് കേക്ക്. വാ ഇവിടെ. ഇന്നെന്റെ ബർത്ത്ഡേ നമുക്കൊരു ജോയിന്റ് അടിച്ചാലോ? സിറോസേ, ഇവിടെ ഹോമവും കാര്യങ്ങളും ഒന്നും പറ്റത്തില്ല. അയ്യോ ചേച്ചി, അത് പൂജയല്ല, നമ്മുടെ പൂച്ചേനെ അവിടെ എക്സസൈസ് ചെയ്യുന്നയാ. അങ്ങോട്ട് നോക്ക്. ഓ, മണിയടിയാണ്, കാക്കയുടെ ശല്യമില്ല. പിന്നെ ഞാൻ തട്ടും. ഹേ മലൻ ജോസ് പെരേര,
കുറച്ച് സവാള അരിയാനുണ്ട് വാ. ഓറഞ്ച് പോലും ഇവൻ തിന്നത്തില്ല, തോല് വിളിക്കണമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ ബേസിക്കലി ഇപ്പൊ പണിയെടുക്കാറില്ല, റിവ്യൂ മാത്രമേ ചെയ്യാറുള്ളൂ. ഹേ മലൻ ജോസ്, താൻ സവാളയുടെ റിവ്യൂ മാത്രം ചെയ്താൽ മതി. ഇത് അടിപൊളി സവാള, ഇടിബോസിന്റെ സവാള, കിടിലൻ സവാള, ഇടിബോസിന്റെ സവാള, അടിപൊളി സവാള, തകർപ്പൻ സവാള. ഏ അയ്യോ, അടുപ്പിൽ ആരെങ്കിലും ഉണ്ടോ? അടുപ്പിൽ ഉണ്ടോ? ചേച്ചി ഊതുന്നോ? അവിടെ ഊതുന്നോ? എടാ മോനെ പെപ്സി, നീ വന്നേ ഇവിടെ, ഇങ്ങി വന്ന് 2 പിറിട്ടെ. വാ, അത് 2 പിറിട്ടെ. ഇറങ്ങി പോടാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാരല്ല അവന്റെ പിള്ള കുപ്പല് വീണ് കെട്ടുപോയത്. നാറി. ബ്രോ, ഇതെന്താ ഇത്? 4 ചെമ്പ് ബിരിയാണി. ഇതെന്താ ഇവിടെ സപ്താഹം വല്ലോണ്ടോ? നമ്മളിവിടെ ആകെ 10 പേരല്ലേ ഉള്ളൂ. അയ്യോ, എനിക്ക് 4 ചെമ്പി കുറഞ്ഞുണ്ടാക്കാൻ അറിയില്ല. മിനിമം 4 ചെമ്പെങ്കിലും വേണം. ബ്രോ, ഇടിബോസിന് 1 മാസത്തേക്കുള്ള ആഹാരമാണ് താൻ ഒരു നേരത്തേക്ക് അടിച്ചു കെട്ടി വിട്ടേക്കുന്നത്. നമ്മൾ വലിക്കും. ഇന്ന് എന്റെ ബർത്ത്ഡേ, ജോയിന്റ് അടിക്കാൻ പോരുന്നോ? വലിച്ചോണ്ടിരിക്കാം. ഇവനെ കുറെ മസാല കയറ്റി കമ്പെടുത്ത് ആസനം അടിച്ചു കയറ്റിട്ട് ഏറിയിട്ടവനെ വറുത്താലോ. രതീഷേ, അവൻ ഇവിടെ ഇല്ലല്ലോ. ഞാൻ ബേസിക്കലി ഒരു റിച്ച് ഫാമിലിയിലാണ് പറഞ്ഞത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പേരിൽ 2 മൃദംഗമുണ്ട്. മൃദംഗോ? നമ്മുടെ തിലകം മണിച്ചിത്ര സാറിനകത്ത് പറഞ്ഞില്ലേ മൃദംഗം പ്രബന്ധം. എന്തോ പുല്ലാണെങ്കിലും അതുണ്ട്. പാമ്പ ചേച്ചിയോട് എനിക്കൊരു ക്രഷ് അടിച്ചു. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിന്റെ എന്തൊരു മോന്തയാ, നിന്റെ കാണാൻ കൊള്ളാവോ മോന്ത? ഇത് എന്ത് മോന്തയാടാ, എന്ത് പണി വെച്ചേക്കുന്നത്? ഇപ്പോൾ ആപ്പിൾ എടുക്കാൻ ബെസ്റ്റ് ടൈമാണ്. എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ? നീ പോയി എടുക്കണ്ട, ഞാൻ പോയി എടുത്തോളാം. എനിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കുറെ പ്രബന്ധങ്ങളൊക്കെ ഉള്ളയാ. ഞാൻ ചെല്ല്. എടേ പൂച്ചെണ്ണ കൂക്കറി കാണിക്കാതെ പോയി ആപ്പിൾ എടുത്തോണ്ട് പോവാ. വിജയണ്ണന്റെ ആപ്പിള്. എന്താ ആപ്പിളോ? ഏതാപ്പിൾ? ഫുഡ് കഴിച്ചിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മനസ്സിലായി. പകുതി ഷെയർ തരുമോ? കിട്ടിയോ? കിട്ടി. പിടിച്ചെടുക്ക്. ചള്ളിപ്പോയി. എടാ ചുണ്ണിക്കണ്ണ, ഇതെന്തോടാ? നനച്ചാപ്പിള് വളിച്ചു പോയണ്ണ. അയ്യോ. പിന്നെ 3-4 മാസം ഒരു ആപ്പിള് കയറ്റി ബാഗ് വെച്ച വളിക്കത്തില്ല. ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്, പ്രശ്നേഷ്. വൈൽഡ് കാർഡ് എൻട്രി ഇല്ലയോ?